ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലടാ. അല്ല, ചതിക്കൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ ആണ്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ചെന്നൈ നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ നമ്പർ 12686 മംഗലാപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഈ ഒരു ട്രെയിനിലായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇന്നലെ രാത്രി 8:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ചെന്നൈ MGR റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന MGR റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ മറ്റൊരു വലിയ പ്രത്യേകത കൂടെയുണ്ട്. അതായത് സാധാരണയായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിൽ കാണുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ സൈഡിലായിട്ടായിരിക്കും. എന്നാൽ ഇവിടുത്തെ പ്ലാറ്റ്ഫോം നേരെ ട്രെയിനിൻ്റെ മുമ്പിലാണ്. കാരണം ഇവിടെ ട്രെയിനുകൾ എൻഡ് ചെയ്യാറാണ് പതിവ്. ഇവിടെ നിന്നാണ് തിരിച്ച് അത് ബോഗി മാറ്റിയിട്ട് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഇവിടെ ട്രെയിനുകളെല്ലാം ഒരു ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ട്രെയിനുകളുടെ മുൻഭാഗമായിരിക്കും നമ്മൾ കാണുന്നത്. ഏകദേശം 182 വർഷത്തോളം പഴക്കമുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ചെന്നൈയിൽ ആദ്യമായിട്ട് നമുക്ക് കാണാനുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ MGR ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ബസ്സുകൾ കിട്ടും. ഇവിടെ തൊട്ടടുത്തായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേ ബസ്സുകൾ ഒരുപാട് എണ്ണം ഉണ്ടാവും. ഏത് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ നേരെ താഴത്തൂടെ, അതായത് ഈ റോഡിൻ്റെ അടിയിലൂടെ അണ്ടർഗ്രൗണ്ട് മെട്രോ പാസ് ചെയ്യുന്നുണ്ട്. ആ മെട്രോയിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. ഇവിടെ പൊതുവേ ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പാണ് കേട്ടോ. ഞങ്ങളിതാ ചെന്നൈ പട്ടണത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ രാവിലെ തന്നെ പാരാ നടക്കുകയാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും തപ്പി ഒരു കേരള ഹോട്ടലും തപ്പി നടക്കുകയാണ്. അവിടുന്ന് ഒരു ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു ഒരു കേരള ഹോട്ടൽ ഇവിടെ തൊട്ടടുത്ത് എവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേരള ഹോട്ടലിൽ കിട്ടിയില്ലെങ്കിൽ തമിഴ്നാടൻ ഹോട്ടലിൽ തന്നെ കഴിക്കാം. എന്നാലും നമ്മളെ സ്റ്റൈൽ കിട്ടുകയാണ്, അത്രയും നല്ലതല്ലേ. സാമ്പാർ കൊള്ളാം. ഇങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഞങ്ങൾക്ക് ചിലവ് വന്നത് വെറും 300 രൂപ മാത്രമാണ്. ഞങ്ങൾ 3 പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത ഭക്ഷണമായിരുന്നു. എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? എന്നിരുന്നാലും മോശമില്ല. തുടക്കം വളരെ പാളാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെന്നൈ പട്ടണം ഒന്ന് കാണാൻ പോകണം. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് ചെറിയൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി നമുക്ക് നന്ദാപക്കത്തേക്ക് പോകണം. അപ്പോൾ അതിനുവേണ്ടി മെട്രോ പിടിക്കണം. അപ്പോൾ മെട്രോ എവിടെയാണെന്ന് നോക്കുക, അതാണ് അടുത്ത പരിപാടി. ഓക്കെ, നമ്മുടെ പുരച്ചി തലൈവർ MGR റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് മെട്രോ വരുന്നത്. അപ്പോൾ മെട്രോ കയറാൻ വേണ്ടി നമുക്ക് ലിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതേ നേരെ റോഡ് മുമ്പിലെ ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ കയറിയാണ് നമുക്ക് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതേമാതിരി ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ്. സബ്വെയാ? ഓട്ടോമാറ്റിക്കാ? ഗ്രൗണ്ടിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. 8 நிமிடங்களில் முதலாம் நடைமேடையிலிருந்து புறப்படும். வில்கோ நகர் பணிமனை மெட்ரோ செல்லும் அடுத்த ரயில் 4 நிமிடங்களில் 6ஆம் நடைமேடை. நெக்ஸ்ட் ட்ரெயின் டு வில்கோ நகர் டெப்போ மெட்ரோ.
platforms. നമ്മളെ 25 മിനിറ്റ് നിൽക്കണതിൻ്റെ അകത്ത് സോ അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 25 കിലോമീറ്റർ ദൂരം അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ആകെ 10 മിനിറ്റ് മാക്സിമം 15 മിനിറ്റ് എടുത്തിട്ടേ ഉള്ളൂ. മെട്രോ ഒടുക്കത്തെ പോക്കാണ്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു മെട്രോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഒരുപാട് ഭൂമിൻ്റെ അടിയിൽ കൂടിയാട്ടോ ഈ സംഭവം പോകുന്നത്. കാരണം 2-3 നിലകൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. പിന്നെ നമ്മളിപ്പോൾ മുകളിലോട്ട് പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് പുറത്തെത്താൻ വേണ്ടി സാധിക്കും. പുറത്ത് ഭയങ്കര ചൂടാണ്. ചെന്നൈ ഈസ് വെരി ഹോട്ട് നൗ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേ ആലന്തൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ, മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഞങ്ങളുടെ ഒരു ബിസിനസ് പർപ്പസിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു എക്സ്പോന് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള ചെന്നൈ സൈറ്റ് സീയിങ് ഇറങ്ങുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ചെന്നൈ എയർപോർട്ട് ഉണ്ട്, പിന്നെ ഒരു സെൻറ്റ് തോമസ് ചർച്ചോ അങ്ങനത്തെ ഒരു മൗണ്ടോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവണം, നേരെ ആ എക്സ്പോന് പോവാം, പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാം. ഓക്കെ ചേട്ടാ, ട്രേഡ് സെൻറ്ററിലേക്ക് എത്രയാവും? മുന്നിലാ ട്രേഡ് സെൻറ്റർ 3 പേരാണ്. 250 ആവണം. 250 ആണ്. അപ്പോൾ നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രേഡ് സെൻറ്ററിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഓട്ടോക്കാർ ഏകദേശം 250 രൂപ ചാർജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊബർ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 96 റുപ്പീസ് വരുന്നുള്ളൂ. ഒരു 96 രൂപ മതി. അപ്പോൾ വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് കൊണ്ട് എത്തും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ചെന്നൈ ട്രേഡ് സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ചെന്നൈയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇതൊരു ബിസിനസ് മീറ്റപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഉള്ളിൽ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് ചെന്നൈയിലെ ഏറ്റവും മികച്ച ബിസിനസ് കൺസേണും മറ്റും നടക്കുന്ന ഒരു വളരെ വലിയൊരു സമുച്ചയം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇതിനെ കാണുന്നില്ലല്ലേ. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെന്നൈയിലുള്ള ബാക്കി സ്ഥലങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി പറഞ്ഞത് സൈനേജ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ നമുക്ക് മെഷീൻസ് അതേമാതിരി തന്നെ പുതിയ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന വളരെ വലിയൊരു എക്സ്പോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ചെന്നൈയിലേക്ക് വന്നത് തന്നെ. പിന്നെ ചെന്നൈ മൊത്തം ഒന്ന് കറങ്ങാനുള്ള പ്ലാനും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഉച്ചവരെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെ കിടക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, എന്നാലും ഒന്ന് കാണിച്ചു തന്നേക്കാം. ഒന്ന് കണ്ടു പോകും. കാരണം സൈനേജ് പ്രോഡക്ട്സൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എന്ന് പറയുന്നത് സൈൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈനേജ് എക്സ്പോകളിൽ ഒന്നാണ്. സാധാരണയായിട്ട് വർഷത്തിൽ 1-2 തവണ ഏറ്റവും വലിയ സിറ്റികളിലായിട്ടാണ് ഇത് നടത്തപ്പെടാറ്. ഡൽഹി, ചെന്നൈ, കൊച്ചി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായിട്ടാണ് സാധാരണയായിട്ട് സൈൻ ഇന്ത്യ സംഘടിപ്പിക്കാറ്. ഞങ്ങളെപ്പോലെയുള്ള ബിസിനസ് ഓണേഴ്സിനും അതേപോലെ തന്നെ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സിനും ഒരുപോലെ സഹായകരമാവുന്ന ഒരു വലിയൊരു ഇവൻ്റാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ലഭിക്കും, പുതിയ പുതിയ മെഷീനറീസ് കാണാൻ സാധിക്കും, ഒരുപാട് നല്ല നല്ല കോൺടാക്റ്റുകൾ കിട്ടും. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീനറീസും ഒരുപാട് ടെക്നോളജീസും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ഭാഗം ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കും കേട്ടോ. ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരം A3 പ്രിൻറ്റിംഗ് മെഷീൻസും ഫ്ലെക്സ് പ്രിൻറ്റിംഗ് മെഷീനുകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള ലൈറ്റിംഗ് സൊല്യൂഷൻസും, അതായത് LED ബോർഡുകൾ, അക്രലിക് ബോർഡുകൾ, പിന്നെ നമ്മുടെ ബനിയനിലൊക്കെ ടീഷർട്ടിലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന പ്രിൻറ്റിംഗ് മെഷീൻസ്, എന്തിനേറെ പറയുന്നു 3D പ്രിൻറ്റിംഗ് മെഷീൻസ് വരെ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ.
ಸರ್ವೋ ಮೋಟ್ರಾ ಸರ್ ಇದು ಸರ್ವೋ ಮೋಟರ್ ಅದು ಮೋಟರ್ ಸರ್ ಇದು ಒಂದು ಪಿಂಚ್ ರೋಲ್ ರೀ ಪಿಂಚ್ ರೋಲ್ ಅಂತ ತನಿತನಿயாக இருக்கும் സോ ഗൈസ്, അങ്ങനെ ചെന്നൈയിലെ ആദ്യത്തെ ടാർഗറ്റായ ഞങ്ങളുടെ ബിസിനസ് പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വിസിറ്റിൻ്റെ സൈൻ ഇന്ത്യ എക്സ്പോ ഞങ്ങൾ കണ്ടു തീർത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ചെന്നൈ നഗരം ചുറ്റിക്കാണലാണ് പണി. ഇവിടെ നല്ല വെയിലാണ്. അത്യാവശ്യം 36 ഡിഗ്രി ടെമ്പറേച്ചർ ഇപ്പം ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അല്പം മാറ്റമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളായിട്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് വഴിയെ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു സെൻറ്റ് തോമസ് ചർച്ച് ഉണ്ട്, അവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി പ്രധാനമായിട്ടും ഞങ്ങൾ ആശ്രയിക്കുന്ന ഓട്ടോനെ തന്നെയാണ്. ഓട്ടോ പറയുമ്പോൾ ലോക്കൽ ഓട്ടോ അല്ല, നമുക്ക് ഊബർ ഓട്ടോ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ അനുഭവമാണ്. കാരണം നോർമൽ ഓട്ടോ ഇങ്ങോട്ടേക്ക് വരാം. വെറും 2.5 കിലോമീറ്റർ ദൂരത്തിന് 250 രൂപയാണ് അവർ ചാർജ് പറഞ്ഞത് ലോക്കൽ ഓട്ടോകളെ. അതേസമയം ഊബറിൽ കയറിയിട്ട് ഊബറിൽ ഓട്ടോ നമുക്ക് ഹയർ ചെയ്യാം, അതേപോലെ തന്നെ കാറ് ഹയർ ചെയ്യാം, പിന്നെ അതല്ലെങ്കിൽ ബൈക്കുകളും ഹയർ ചെയ്യാം. ഒരാളൊക്കെ ആണെങ്കിൽ ബൈക്കൊക്കെ ഹയർ ചെയ്ത് വരാം. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് വളരെ ചീപ്പാണ്. ആകെ 51 രൂപയായിട്ടുള്ളൂ ഓട്ടോന് ഇങ്ങോട്ടേക്കുള്ള ചാർജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും പോകാൻ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഊബർ. ഞങ്ങളിപ്പോൾ ചെന്നൈ ട്രേഡ് സെൻറ്ററിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തിക്കുന്നത് റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് മുകളിലൂടെ പോകുന്നത് മെട്രോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ പോകണം നമ്മുടെ സെൻറ്റ് തോമസ് ചർച്ചിലും. പിന്നെ വന്നിരിക്കുന്നത് ഇത് ലോക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 150 രൂപയ്ക്ക് വരുന്നുണ്ട്. അത് 60 രൂപയ്ക്ക്. ഊബർ ഇന്ന് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഞാനെൻ്റെ അനിയുണ്ട്, പിന്നെ എൻ്റെ സ്റ്റാഫ് അമ്മയുണ്ട്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് സെൻറ്റ് തോമസ് മൗണ്ടിലേക്കാണ്. ആവശ്യം ഏകദേശം ഒരു 2 കിലോമീറ്റർ. ഫൈനലി ഞാനിതാ നമ്മുടെ സെൻറ്റ് തോമസ് മൗണ്ടിൻ്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്നത് ചെന്നൈയിലെ ഒരു വിശുദ്ധ ദേവാലയമാണ് കേട്ടോ, ക്രിസ്ത്യൻ ദേവാലയം. ഇതിന് ഒരുപാട് നല്ല ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് പേരിൽ ഒരാളായിരുന്നു തോമസ് ലീഹ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം വഹിച്ച മണ്ണ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹം മരിച്ചു വീണത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. പിന്നെ മാത്രമല്ല ചെന്നൈ നഗരത്തിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരത്തായി മാത്രം സ്ഥിതി ചെയ്യുന്ന, നിയർലി എയർപോർട്ടിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട 1-2 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു സെൻറ്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് മുകളിലോട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ കനത്ത ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഇടം കൂടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. தந்தை மகன் தூயாவியாரின் பெயராலே ஆமென். ஆண்டவருடைய தூதர் மரியாவுக்கு தூது உரைத்தார். மரியா தூய ஆவியரால் கருவுற்றார். அருள் വളരെ സ്റ്റൈലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർച്ച് ആകൃതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥന.
നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ നഗരത്തിൻ്റെ മാസ്മരികമായിട്ടുള്ളൊരു വിഷ്വൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളിത് കണ്ടു നോക്കുക. ഉള്ളോടായിട്ടുള്ള ചെന്നൈ പിന്നെ ഈ ഒരു സ്ഥലത്തിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വളരെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നേരെ എൻ്റെ മുമ്പിലായിട്ട് കാണുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പ്ലെയിൻസൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാം, കണ്ടു നോക്ക്. ഇത് സൂം ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ ഉള്ളൂ കാണാൻ സാധിക്കുള്ളൂ. വേറെന്താണല്ലോ ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. കാരണം രാവിലത്തെ എക്സ്പോന് പോയ സമയം പിന്നെ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബസന്ത് നഗർ ബീച്ച് ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ അവിടെ വരെ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. അഥവാ എത്തിയിട്ടില്ലെങ്കിൽ നേരെ എവിടെയെങ്കിലും ടി നഗറിലോ അല്ലെങ്കിൽ ചെന്നൈ സെൻട്രലിലോ ഒരു റൂം എടുത്തിട്ട് കിടന്നുറങ്ങി നാളെ ആയിരിക്കും ബാക്കിയുടെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, സമയത്തിനനുസരിച്ചായിരിക്കും ബാക്കി പ്ലാനിങ്.